പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് എന്നെപ്പോലെ അനേക മാതാപിതാക്കൾ വിശ്വാസം ജീവിക്കുവാനും സാക്ഷ്യമായി ജീവിക്കുവാനും വിശ്വാസം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും പെടാപ്പാട് പെടുന്നുണ്ട്. അങ്ങനെ പെടാപ്പാട് പെടുന്ന കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ പ്രതിനിധികളിൽ ഒരാളാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും. അതുകൊണ്ടാണ് വിശ്വാസത്തെ പകർന്നു കൊടുക്കേണ്ട വിശ്വാസം. എന്തിനാണ് തിരുവചനം, എന്തിനാണ് ക്രിസ്ത്യാനിറ്റി, എന്തിനാണ് ക്രിസ്തു, ഈ വക ചോദ്യങ്ങളുണ്ട്. എന്തിന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, എന്തുകൊണ്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, എന്തിനാണ് ഇടവക, ഈ വക ചോദ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നേരെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് മറുപടി പറയുവാനും അതിലവരെ കൺവിൻസ് ചെയ്യിക്കുവാനും ഞാനും അനേക മാതാപിതാക്കളെ പോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവരോട്, അഥവാ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എങ്ങനെയാണ് ഞങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്നത് എന്നുള്ള ഒരു കൊച്ചു ചിന്ത പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ബൈബിൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ മക്കളോട് പറഞ്ഞാൽ പള്ളിയിൽ പോകാൻ പറയുമ്പോൾ അവർ പറയും നമുക്ക് ദൈവവുമായി നേരിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് വാദമുയർത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അതോടൊപ്പം രോഗം വന്നാൽ ചികിത്സിച്ചാൽ മതി എന്ന് പറയും. അപ്പം പഴയ തലമുറയിൽപ്പെട്ട നമ്മളുമൊക്കെ രോഗം വന്നാൽ ചികിത്സിക്കലാണ്. പക്ഷേ ആ ചികിത്സയോടൊപ്പം നമ്മൾ പ്രാർത്ഥനയും കൂടി ചേർത്ത് വെക്കും. അപ്പം വൈദ്യൻ രോഗം വന്നാൽ നീ പ്രാർത്ഥിക്കണം, വൈദ്യന് വൈദഗ്ധ്യം നൽകുന്നത് കർത്താവാണ് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മരുന്ന് കഴിക്കുന്നത് കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു. അധ്വാനവും പ്രാർത്ഥനയും നമ്മൾ ഒരുമിച്ചാണ് കൊണ്ടുപോയത്. ഇപ്പോൾ അൽമായരെക്കുറിച്ച് നമ്മൾ പറയുമ്പം സാധാരണ വിളിക്കുള്ളിലെ വിളി ലഭിക്കാത്ത സുവിശേഷകരല്ലാത്ത അൽമായരെക്കുറിച്ച് പറയുമ്പോൾ പ്രമാണങ്ങൾ പാലിക്കുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവരാണല്ലോ വിളിക്കുള്ളിലെ വിളിയില്ലാത്ത അൽമായരെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള അൽമായർ നമ്മുടെ മാതാപിതാക്കളൊക്കെ കഠിനമായി അധ്വാനിക്കുകയും കർത്താവെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ സിമ്പിൾ വിശ്വാസം കൊണ്ട് നടന്നവരാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോകും, തലയ്ക്കൊന്ന് പിടിപ്പിക്കും, വെഞ്ചരിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ സിമ്പിൾ ഫെയ്ത്ത് നമ്മൾ കൊണ്ടു നടന്നു. ഇന്ന് വിശ്വാസം വളരെ കോംപ്ലിക്കേറ്റഡായി മാറിയിരിക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥനകളും അതുപോലെ സാധാരണ വിശ്വാസികളിലേക്ക് അനേകം രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന പ്രാർത്ഥനകൾ, ബന്ധന പ്രാർത്ഥനകൾ, ശാസന പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് വിളിക്കുള്ളിലെ വിളിയില്ലാത്ത അൽമായൻ കഠിനമായി അധ്വാനിക്കുകയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും സഭാത്മക ജീവിതം നയിക്കുകയും പ്രമാണങ്ങൾ പാലിച്ച് വിശുദ്ധമായി വിളിക്കപ്പെട്ടിരുന്നവർ ഇന്ന് ആത്മീയമായി വളരെ കോംപ്ലിക്കേറ്റഡിലാണ് ആയിരിക്കുന്നത്. അതുപോട്ടെ, അത് മറ്റൊരു വിഷയമാണ്, സാന്ദർഭികമായി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഞാൻ ആ മേഖലയിലൊക്കെ ഒത്തിരി സംഘർഷം ഒരു കാലത്ത് അനുഭവിച്ചിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പഴയ തലമുറയിൽപ്പെട്ട നമ്മൾ കഠിനാധ്വാനവും കർത്താവെ കാക്കണമേ എന്ന് പറയുകയും രോഗം വരുമ്പോൾ കർത്താവെ മരുന്ന് കഴിക്കും, അതോടൊപ്പം കർത്താവെ സുഖപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് സമഗ്രതയുടെ തലമുണ്ടായിരുന്നു. ആത്മീയവും മാനസികവും ശാരീരികവുമായ തലങ്ങൾ നമ്മൾ അതൊരേപോലെ കൊണ്ടുപോയിരുന്നു. പക്ഷേ പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ അവർക്ക് ശാരീരിക തലങ്ങൾ മാത്രമേ കാര്യമായിട്ടുള്ളൂ, പിന്നെ അല്പം മാനസിക തലവുമുണ്ട്, പിന്നെ ഇൻ്റലക്ച്വൽ ഇതേ വരുന്നുള്ളൂ. ആത്മീയ തലം മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ ഇതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും? അതിൻ്റെ പൂർണ്ണമായ വഴിയല്ല ഞാനും എൻ്റെ ജീവിത പങ്കാളിയും സ്വീകരിച്ചു വരുന്ന കൊച്ചു വഴി. അപ്പം മക്കൾ 4 പേരിൽ പലപ്പോഴും പറഞ്ഞത് 4 പേരാണെന്ന്. 3 പേര് സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചെറുത് 7ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. ഞങ്ങൾ കൂട്ടിപ്പിടിച്ച് ഞങ്ങളോട് ചേർത്ത് നിർത്തിയാണ് ഞങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ പരിശീലനം കൊടുത്തു പോരുന്നത്. പക്ഷെ മുതിർന്നവരോട് ഇപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ അവരോട് കഠിനമായ ചില യാഥാർത്ഥ്യങ്ങളാണ് പറയുക. മുതിർന്നവരോട് പറയും, നിങ്ങളുടെ മുമ്പിൽ കമ്മ്യൂണിസമുണ്ട്, അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് എല്ലാ മനുഷ്യനും ജീവിക്കുക. ഒരു ഇസവും ഒരാശയത്തിനും ഒരു ഗ്രൂപ്പിനോടും ചേർന്നാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്ത് നമ്മളെ നയിക്കുന്നുവോ അതിൻ്റെ അടിമകളാണ് നമ്മൾ. അപ്പം ഞാനും നിങ്ങളുമൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എന്തിൻ്റെയൊക്കെ അടിമകളാണ്. ഒന്നുകിൽ സത്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വഴിയും സത്യവും ജീവനമാകുന്ന ക്രിസ്തുവിൻ്റെ അടിമയെന്ന വാക്ക് അതിൽ തന്നെ വാക്യാർത്ഥത്തിലെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടിയല്ല, ആശയം കൺവേ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റേതാണ്, അതല്ലെങ്കിൽ ലോകത്തിൻ്റേതാണ്, അല്ലെങ്കിൽ ജഡത്തിൻ്റേതാണ്, അതല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പൈശാചികതയിലാണ്. ഒന്നുകിൽ ജഡത്തിൽ, അല്ലെങ്കിൽ പൈശാചികതയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം പേര് നമ്മളുടെ മക്കളൊക്കെ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദേവനോട് ചേർന്നാണ് ജീവിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ. അപ്പം അനേക ക്രൈസ്തവരും നമുക്കറിയാം വിഗ്രഹാരാധകരായി മാറുന്ന ക്രൈസ്തവരുണ്ട്. കാര്യസിദ്ധത്തിന് വേണ്ടി മാത്രം, അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും വിഗ്രഹാരാധകരാണ്. അപ്പോൾ അത് വേറൊരു വിഷയം. അപ്പം കുഞ്ഞുങ്ങളോട് ഞാനിങ്ങനെ പറയും, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ പ്രായപൂർത്തിയായി ഇനി നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഈ കുടുംബത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ഉത്തമമായ ബോധ്യത്തോടെ കാര്യങ്ങൾ അറിഞ്ഞ് മാത്രം മതി. അപ്പന് യാതൊരു നിർബന്ധവുമില്ല. പ്രായപൂർത്തിയായ നിങ്ങൾ
സന്ധ്യാപ്രാർത്ഥനയിലും പള്ളിയിലും പോകുന്നുണ്ട് എങ്കിൽ ഉത്തമമായ ബോധ്യത്തോടെ പോകണം. പോകുന്നില്ലെങ്കിൽ ഇതാ നിങ്ങളെ കാത്ത് വീടിൻ്റെ പടിവാതക്കൽ ഇടവക ദേവാലയത്തിന് പുറത്ത്, ഇടവക സമൂഹത്തിന് പുറത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ജഡത്തിൻ്റെ ദേവൻ കാത്തിരിപ്പുണ്ട്. കമ്മ്യൂണിസം, പൊളിറ്റിക്കൽ ഇസ്ലാം, കൂടിത്താമസം, യൂറോപ്പിനിസം. നമുക്ക് റോമാലേഖനം കൃത്യമായി പറയുകയാണ്, സ്ത്രീകൾ തങ്ങളുടെ സ്വാഭാവിക മാർഗം ഉപേക്ഷിച്ചു, പുരുഷന്മാർ തങ്ങളുടെ സ്വാഭാവിക മാർഗം ഉപേക്ഷിച്ചു. വചനം അപ്പസ്തോലന്മാരിലൂടെ റോമായിലേക്ക് യൂറോപ്പിലോട്ട് കടന്നു ചെന്നപ്പോൾ അവിടെ കൃത്യമായി അപ്പസ്തോലന്മാർ ശാസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദുരിതം. ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്നത് എന്താണ്? ഇന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്നും കൂടിത്താമസത്തിൽ നിന്നും യൂറോപ്പ് വലിയ ഭീഷണിയിലാണ്. ലോകത്തോട് അനുരൂപപ്പെടാൻ വെമ്പൽ പൂണ്ടു നിൽക്കുകയാണ് യൂറോപ്പ്. ആ ലോകത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്പിൽ നിന്ന് കുടുംബങ്ങൾ ശിഥിലമായി. അവിടുത്തെ സമൂഹത്തിൽ അസ്ഥിരതയും അസ്വസ്ഥതയുമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്ന് കാര്യമായ ഭീഷണി അവർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? റോമാലേഖനം പറയുന്നത് പോലെയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക ലജ്ജാകരമായി അവർ കരുതി. ആ മക്കളോട് ഞാൻ പറയും, മക്കളെ നിങ്ങൾ ചൈനയിലേക്ക് നോക്ക്. ഈ 21-ാം നൂറ്റാണ്ടിലും അതിരുമാതുന്ന രാഷ്ട്രമാണ് ചൈന. ആ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ ഉള്ളവനും എല്ലാവനും ഒന്ന് ഇല്ലാത്തവനൊന്ന് വേർതിരിക്കും. മറ്റൊന്നാണ് യൂറോപ്പിൽ, നേരത്തെ പറഞ്ഞ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കാണുന്ന അവനവനിസം. വേറെ ആളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നാണ്. അവിടെ ഉണ്ടാകുന്ന അട്ടർ കെയോസാണ്, ക്രമരാഹിത്യം ആ സമൂഹത്തിലുണ്ടാകും. മറ്റൊന്ന്, ഈ പറയുന്ന ഈ ലോകത്തിലോട്ട് അവനവനിസിലേക്ക് തിരിയുന്ന രാഷ്ട്രങ്ങളെ ഒന്നുകിൽ കമ്മ്യൂണിസമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമോ റാഞ്ചും. അതുകൊണ്ട് നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുക. 1400 വർഷമായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭരണകേന്ദ്രമാണ്. അവിടെ നിങ്ങൾ നോക്കുക, സമാധാനമുണ്ട്. ഒറ്റയ്ക്കാവുമ്പോൾ പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സമാധാനമില്ല. ചൈനയിൽ നോക്ക്, കഴിഞ്ഞയാഴ്ച ഒരാളെ അറസ്റ്റ് ചെയ്ത്. എന്തിനാണെന്നറിയാമോ? ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്പം ദേശസ്നേഹം കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചൈനീസ് കമ്മ്യൂണിസം നിങ്ങളുടെ മുമ്പിലുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. അട്ടർ കെയോസിൻ്റെ തകർച്ചയുടെ, എല്ലാ മേഖലയിലുമുള്ള തകർച്ചയുടെ ഈ പറയുന്ന ആധുനിക അവനവനിസം എന്ന യൂറോപ്പിനിസം നിങ്ങളുടെ മുമ്പിലുണ്ട്, ക്രിസ്ത്യാനിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഞാൻ മക്കളോട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരു ക്രമമുള്ള ഒരു സമൂഹം വേണമെങ്കിൽ, ജനാധിപത്യ വ്യവസ്ഥ അതിൻ്റെ തനിമയിൽ നിലനിൽക്കണമെങ്കിൽ അവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങളെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക്, പാശ്ചാത്യ ലോകത്തേക്കാണ്. ഈ പാശ്ചാത്യ ലോകത്തെ രൂപപ്പെടുത്തിയത് എന്താ? ക്രിസ്ത്യാനിറ്റിയാണ് മക്കളെ. ഈ പാശ്ചാത്യ ലോകത്തെ രൂപപ്പെടുത്തിയത് ക്രിസ്ത്യാനിയാണ് മക്കളെ. അതുകൊണ്ട് അപ്പൻ നിങ്ങളോട് വലിയ ദൈവശാസ്ത്രമോ തത്വശാസ്ത്രമോ ഒന്നും പറയാനില്ല. പ്രായോഗികമായിട്ട് അപ്പൻ നോക്കുമ്പോൾ കാണുന്ന ഇതാണ്, ഇന്ന് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂറോപ്പിനെ രൂപപ്പെടുത്തിയത് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഒരു സാമൂഹിക, രാഷ്ട്രീയ, ജനാധിപത്യ, മതേതര, മാനവിക അനിവാര്യതയാണ്. ദിസ് ഈസ് വാട്ട് ഐ പ്രീച്ച് ടു മൈ ചിൽഡ്രൻ. ക്രിസ്ത്യാനിറ്റി ഒരു സോഷ്യോ പൊളിറ്റിക്കൽ റിലീജിയസ് ഡെമോക്രാറ്റിക് അനിവാര്യതയാണ്. ഇതാണ് എൻ്റെ മക്കളോട് ഞാൻ പറയുക. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വരുന്നില്ല എങ്കിൽ, നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന്, നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന്, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കരുതെന്ന്, നിങ്ങൾ എങ്ങനെ ഇരിക്കണം കിടക്കണമെന്നെല്ലാം തീരുമാനിക്കുന്ന ഏകാധിപത്യങ്ങൾ നിങ്ങളെ ഭരിക്കും. അത്തരം ഏകാധിപത്യങ്ങൾ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രൈസ്തവികത ഒരു അനിവാര്യതയാണ്. ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക. അതോടൊപ്പം ഒരുവൻ ദൈവമാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക, അതും ഞാൻ അവരോട് പറയും. ഞാൻ എന്തുകൊണ്ടാണ് ക്രിസ്തു ദൈവമാണെന്ന് കരുതുന്നതിന് കാരണം അവരോട് പറയും. ഇന്ന് യൂറോപ്പിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളുടെയും ആദ്യകാല പേര് ക്രിസ്ത്യൻ പേരുകളായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, മെത്രാസനങ്ങളോട് ചേർന്ന്, രൂപതയോട് ചേർന്ന് ഹോസ്പിറ്റലുകൾ നിർബന്ധമായിരുന്നു. ഇന്ന് കാണുന്ന ആതുര ശുശ്രൂഷാപരമായ സർവ്വതിൻ്റെയും ആരംഭം കന്യാസ്ത്രീകളും അല്ലാത്തവരും വൈദികരും അൽമായരുമൊക്കെയായി തുടങ്ങിവെച്ച ക്രിസ്ത്യൻ വിശ്വാസം അറിഞ്ഞവർ തുടങ്ങിവെച്ചതാണ്. അപ്പോൾ ലോകത്തിൽ ഏത് രീതിയിലും നന്മയുണ്ടാകുവാൻ ഒരാൾ യഥാർത്ഥത്തിൽ നന്മയുടെ ശക്തി ക്രിസ്തു ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഒരിടത്തൊരു പള്ളിയുണ്ടെങ്കിൽ അവിടെ പള്ളിക്കൂടം ഉണ്ടാകും, അവിടെ സ്കൂള് വരും, അവിടെ കോളേജുകൾ വരും, അവിടെ മറ്റ് സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും, അവിടെ വില്ലേജ് ഓഫീസ് വരും, അവിടെ പോസ്റ്റ് ഓഫീസ് വരും, അവിടെ ബാങ്ക് വരും, അവിടെ ജോലി സാധ്യതകൾ ഉയരും. ജാതിയും കൊക്കോയും ഗ്രാമവുമായി യഹൂദരെ പോലെ തോന്നിക്കുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് ജീവൻ്റെ തുടിപ്പുണ്ടാകും. അവിടെ ഒരു 10-50 കിലോമീറ്ററിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ. ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കുശുമ്പും കുന്നായ്മയും ഒക്കെയാണ്. മതതീവ്രവാദമോ അസഹിഷ്ണുതയോ ഒന്നും അവിടെയില്ല. അല്പം പാരവെപ്പും കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടാകും മാനുഷികമായത്. അല്ലാതെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രമസമാധാന പാലനത്തിൻ്റെ ആവശ്യം പോലുമില്ല. നമുക്കറിയാം, യൂറോപ്പൊക്കെ വന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ യൂറോപ്പ് കീഴടക്കുന്നതിന് മുൻപ്
അവിടെ പോലീസ് സേനയുടെ പോലും പട്ടാളത്തിൻ്റെ പോലും ആവശ്യം തെരുവുകളിലില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഫ്രാൻസിൻ്റെയൊക്കെ തെരുവിൽ നിന്ന് പോലീസിനും പട്ടാളത്തിനും ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കുക UK അടക്കം. എന്തുകൊണ്ടാണ്? ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നൊരു കൾച്ചറാണ്. കമ്മ്യൂണിസം ഒരു കൾച്ചറാണ്. പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്ന കൾച്ചറാണ്. പശ്ചിമ ബംഗാൾ സൃഷ്ടിക്കുന്ന കൾച്ചറാണ്. മനുഷ്യൻ ജഡമാണെന്ന് പറയുന്ന കൾച്ചറാണ്. കമ്മ്യൂണിസ്റ്റുകളും കമ്മ്യൂണിസവും രണ്ടാണ് കൂട്ടോ. നമ്മുടെ ഇടയിലുള്ള സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഉദ്ദേശിച്ചുകൊണ്ടല്ല കൂട്ടോ പറയും, തെറ്റിദ്ധരിക്കരുത്. കമ്മ്യൂണിസമാണ് പ്രശ്നം, കമ്മ്യൂണിസ്റ്റുകളല്ല. പൊളിറ്റിക്കൽ ഇസ്ലാമാണ് പ്രശ്നം, ഇസ്ലാം മനുഷ്യരല്ല. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാൽ വെറുപ്പുണ്ടാകും. വെറുപ്പ് അല്ല പറയേണ്ടത്. നമ്മളെന്താ ബൈബിൾ പഠിപ്പിക്കുന്ന തിന്മയെ വെറുക്കുക, പാപത്തെ വെറുക്കുക, മനുഷ്യനെ സ്നേഹിക്കണം. അപ്പോൾ കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസ്റ്റുകളുമായി കാണും. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള സഖാവിലേക്ക് നോക്കരുത്, അതല്ല ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം ജീവിക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങളിലേക്ക് നോക്കല്ല, അവരെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഇവരെ ഭരിക്കുന്ന, ഇവരിതിൻ്റെ അടിമകളായി മാറുകയാണ്. അപ്പോൾ ആധിപത്യം ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? അതതിൻ്റെ തനിനിറം കാണിക്കും. പശ്ചിമ ബംഗാളിലെ പോലെ, ചൈനയിലെ പോലെ, അറബി നാടുകളിലെ പോലെ അതിന് തനിനിറം. ആധിപത്യം കാണിക്കുന്നിടം വരെ ലോകത്തിൽ ഏറ്റവും മനോഹരമായി നമ്മുടെ ചുറ്റും കാണപ്പെടുക പൊളിറ്റിക്കൽ ഇസ്ലാമും കമ്മ്യൂണിസവുമാണ്. പക്ഷെ ആധിപത്യം കിട്ടിയാൽ ഇതിനെ വളർത്തിയ പാവപ്പെട്ട സഖാക്കൾക്കോ വിശ്വാസികൾക്കോ യാതൊരു റോളുമില്ല. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കട്ടെ. പൊളിറ്റിക്കൽ ഇസ്ലാമിനും കമ്മ്യൂണിസത്തിനും ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ചോരയും നീരും ഒഴുക്കിയ സാധാരണ വിശ്വാസികൾക്കും സഖാക്കൾക്കും യാതൊരു റോളും അതിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം ഏകാധിപത്യമാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, മക്കളെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. കാര്യകാരണ സഹിതം മനസ്സിലാക്കുക. ഒരുവൻ ദൈവമാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? അവിടുന്ന് പുറപ്പെടുന്ന ഈ ഗ്രന്ഥം വായിക്കുന്ന ഇടങ്ങളിലുള്ള ശക്തി എന്താണ്? ക്രിസ്ത്യാനികൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിലും അപ്പസ്തോലന്മാരിലും ആദിമസഭാപിതാക്കന്മാരിലും രക്തസാക്ഷികളിലും ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മെച്ചമെന്ന് പറയുന്നത് പുറകോട്ട് പോകും തോറും വിശുദ്ധിയും പ്രകാശവും കൂടി വരും. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അത് ക്രൈസ്തവ വിശ്വാസത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണ്. പുറകോട്ട് പോകും തോറും വെളിച്ചം കൂടി കണ്ണുകൾക്ക് താങ്ങാനാവാത്ത വെളിച്ചം വിശുദ്ധിയുടെ ക്രിസ്തു ചെന്നേരും. എന്നാൽ മറ്റു മതങ്ങളിൽ അങ്ങനെ പുറകോട്ട് പോകും തോറും അക്രമവും പല വിവാഹങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ്. യുദ്ധങ്ങളും വാളും ഒക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷേ ക്രിസ്ത്യാനിറ്റി വരും തിരിച്ചാണ്. മാത്രവുമല്ല, ഈ ബൈബിൾ കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണപ്പെടും. പിന്നെ ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, കുഞ്ഞുങ്ങളെ, പള്ളി എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ബലഹീനനാണ്. എന്തിനാണ് രാഷ്ട്രത്തിലൊരു നിയമം? എല്ലാവർക്കും അറിയത്തില്ലേ, അല്ലേ? വേറൊരാളും ദ്രോഹിക്കരുത്. പക്ഷേ എന്തിനാണ് നിയമം? മനുഷ്യൻ ബലഹീനനാണ്. ബലഹീനനായ മനുഷ്യന് ചാരി നിൽക്കാനൊരിടം വേണം, ഒരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയാണ് ഇടവക ദേവാലയം. ഞാൻ ബലഹീനനാണ്. എൻ്റെ ബലഹീനതകളിൽ എന്നെ താങ്ങുന്നത് എൻ്റെ ഇടവക ജനമാണ്. അവരുള്ളത് കൊണ്ട് ഞാൻ മാന്യമായി ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ആരെയും 4 കുഞ്ഞുങ്ങളുമുള്ളവൻ ഞാൻ ചില കാര്യങ്ങൾ പാലിക്കാൻ നിർബന്ധിതനാവുകയാണ്. അപ്പോൾ എന്നെ എൻ്റെ ബലഹീനതകളിൽ താങ്ങായി നിർത്തുന്നത് ഇടവകയും കൂട്ടായ്മയുമാണ്. ഈ ഇടവകയും കൂട്ടായ്മയും ഇല്ല എങ്കിൽ എൻ്റെ ശാരീരിക പ്രവണതകൾ, എൻ്റെ മാനസിക ആഗ്രഹങ്ങൾ, എൻ്റെ ജഡത്തിൻ്റെ പ്രവണതകൾ എന്നെ ഭരിക്കാനിടയാകും. അപ്പം മനുഷ്യൻ ബലഹീനനാകയാൽ ഇതാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സംവദിക്കുന്ന മനുഷ്യന് ഒരു ഇന്ദ്രിയവും ഒരു കൂട്ടായ്മയും ആ രീതിയിലുള്ള കാര്യങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് ഇടവക ദേവാലയത്തിൻ്റെ ആവശ്യമെന്താണെന്നും ക്രിസ്ത്യാനിറ്റിയുടെ ആവശ്യമെന്താണെന്നും ഇങ്ങനെ സിമ്പിളായ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊന്ന് പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നായിരിക്കുന്നത്. നന്ദിയോടെ.